ഞാനിപ്പോ പോകുന്നതേ അംബികയെ കാണാനല്ല, പക്ഷെ അംബികയെ കാണാനാണെന്ന് നമ്മൾ പറയും. തല പൊട്ടി ആശുപത്രിയിൽ കിടന്നിട്ട് വരുന്ന രോഗിയെ ആർക്കും പോയി കാണാമല്ലോ. അംബികയെ കാണാനല്ലേ പിന്നാരെ കാണാനാ? അഖിലേ, പഞ്ചരത്നത്തിലെ ചേച്ചിയുടെ ചിറകിൻ കീഴിൽ നിന്ന് ആദ്യം പുറത്തിറങ്ങിയ പെണ്ണല്ലേ അവള്. അവളെ കൂടെ നിർത്താൻ പറ്റിയ പഞ്ചരത്നത്തിലേക്ക് നമുക്കൊരു വഴി തെളിയും. പഞ്ചരത്നം കയ്യിൽ ഒതുക്കാനുള്ള വഴിയില് ഒരുപാട് ഓടിയതാ ഞാൻ. കണക്ക് കൂട്ടിയപ്പോ വന്ന ഒരു ചെറിയ പാളിച്ചയിലാ നമ്മൾ കളിയിന്ന് പുറത്തായി പോയത്. ഇനി അവിടെ തിരിച്ചു കയറാൻ അഖില എന്നൊരു വഴിയേ നമുക്കുള്ളൂ. എന്താ ചേച്ചി ഉദ്ദേശിക്കുന്നത്? അഖിലയെ പതിയെ കയ്യിലെടുക്കണം. പഞ്ചരത്നത്തിലുള്ളവരെ അവള് ശത്രുവായിട്ട് കാണണം. പിന്നെ അവളെ ഉപയോഗിച്ച് നമ്മൾ കളി തുടങ്ങുന്നു. പതിയെ പതിയെ പഞ്ചരത്നത്തിന്റെ അടിവേര് മാന്തും നമ്മള്. പക്ഷേ അഖിലെ നമ്മൾ എങ്ങനെ കയ്യിലെടുക്കും? പ്രത്യേകിച്ച് ദിവ്യപ്രഭയും അവളും തമ്മിൽ ശത്രുക്കളായ സ്ഥിതിക്ക്. ദിവ്യപ്രഭ നമ്മുടെ പക്ഷത്താണെന്ന് അഖിലേക്ക് അറിയാമല്ലോ. അതിനൊക്കെ വഴിയുണ്ട് മഹേന്ദ്ര. ആദ്യം ഞാൻ അവളെ ഒന്ന് കാണട്ടെ. കൂട്ടത്തിൽ ഏറ്റവും പാവം അഖില, എന്റെ കൂടെ നിൽക്കാൻ ഏറ്റവും പറ്റിയ ആള്.